Hi everyone. Hi. Hi. Hello. We are live today. ഞങ്ങൾ ഇന്ന് ഇരിക്കുന്നത് എൻ്റെ കൂടെ സിബി, പ്രീതി, ജീനു. ഞങ്ങള് ജീനും പ്രീതിയും കാനഡയിൽ നിന്നാണ്, സിബി UK നിന്നാണ്. ഞങ്ങള് ഇന്ന് ഞങ്ങളുടെ ബിസിനസ് ഡിസ്കഷന്റെ ഒരു 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 ഡിസ്കഷൻ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. ഇന്നത്തെ ഡിസ്കഷൻ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് why is digital business becoming the smartest career move in 2025? Okay. So before that, let me introduce myself. I'm Anis Manju. I'm the person behind this page. And ഞാൻ മോൺട്രിയാലിൽ 25 years ആയിട്ട് ഫാമിലിക്കൊപ്പം സെറ്റിൽഡ് ആണ്. എൻ്റെ പ്രൊഫഷൻ അക്കൗണ്ടിങ് ആണ്. അതോടൊപ്പം ഞാൻ ഒരു ഡിജിറ്റൽ ബിസിനസ് മെന്റർ കൂടിയാണ്. സോ ജീനു. ഹലോ എവ്രി വൺ, എൻ്റെ പേര് ജീനു. ഞാൻ വാൻകോവറിലാണ്, ഫാമിലി ഒത്ത് സെറ്റിൽഡ് ആണ്. ഞാനൊരു IT പ്രൊഫഷണൽ ആണ്. കറന്റ് ഒരു ഡിജിറ്റൽ ബിസിനസ് ഓണറും കൂടിയാണ്. All right. Now Preeti. ഹായ്, എൻ്റെ പേര് പ്രീതി ഷിജു. ഞാൻ കാനഡയിൽ ബ്രാംപ്ടണിലാണ്. ഞങ്ങൾ ഫാമിലിയോടൊപ്പം ഒരു 6 years ആയിട്ട് ഇവിടെ സെറ്റിൽഡ് ആണ്. എൻ്റെ പ്രൊഫഷൻ നഴ്സിംഗ് ആണ്. ഞാനിപ്പോൾ ഒരു ഹോം മേക്കർ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഡിജിറ്റൽ ബിസിനസ് ഓണറും കൂടിയാണ്. താങ്ക് യു. Thank you, Preeti. Now Sibi. Hi everyone, I'm Sibi. അപ്പം ഞാനും ഈ ഫാമിലിയിലുള്ളതാണ്. I'm also a digital business owner and mentor, and I'm a nurse. I'm working here in UK for more than 22 years now. പിന്നെ ഇപ്പം ഞാനൊരു nurse educator ആയിട്ട് യൂണിവേഴ്സിറ്റി ഹയർ എഡ്യൂക്കേഷനിൽ പഠിപ്പിക്കുന്നു. പിന്നെ ഒരു മോമാണ്, 2 boys ആണ്, wife and a daughter. My parents are in Kerala. But we are living here as a family in UK. Thank you. Thank you so much, Sibi. So, ഞങ്ങളിവിടെ ഇന്ന് ഒരു we have a mug. Everybody have a mug. We are sipping for our success and for okay. So have a sip, everyone. Success for our courage, growth, and we are creating a life we love. Thank you. All right. സോ ഇന്നത്തെ ഈ ഡിസ്കഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്കറിയാം കുറേയധികം ആൾക്കാർ ഇപ്പോൾ ഓൺലൈനിലേക്ക് കരിയർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾ ബൂമിങ് എ ലോട്ട്, റൈറ്റ്? അപ്പം നമ്മളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരും ഈ പ്രൊഫഷനോടൊപ്പം തന്നെ ഒരു പാസീവ് ഇൻകം ആയിട്ട് ഇങ്ങനത്തെ ഓരോ സൈഡ് ബിസിനസ് എല്ലാവരും ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 4 പേരും ഓരോ പ്രൊഫഷനിലുള്ള ആൾക്കാരാണ്. അതോടൊപ്പം തന്നെയാണ് ഈ സൈഡ് ഹസിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഞാൻ ബാക്കി എല്ലാവരുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ ജീനുവിന്റെ അഭിപ്രായം എന്താണെന്നൊന്ന് പറയാമോ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ജീനുവിന്റെ എങ്ങനെയാണ് ഈ കരിയറിലേക്ക് വന്നതും എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു മഞ്ജു. സോ ഞാൻ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ ഞാനൊരു IT പ്രൊഫഷണൽ ആണ്. 10 വർഷമായിട്ട് IT-യിലാണ്. അപ്പം ഞാൻ ഈ ഇതിൽ വന്നത് മെയിനായിട്ട് ലേ ഓഫ് കാരണമാണ് ബിസിനസ്സിലോട്ട് വന്നത്. കാരണം ലേ ഓഫ് പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡ് സാഹചര്യത്തിൽ വന്നപ്പം എനിക്ക് തോന്നി, അയ്യോ എൻ്റെ കയ്യിൽ വേറെ ഒരു ബാക്കപ്പ് പ്ലാനും ഇല്ല, ഞാനിനി എന്ത് ചെയ്യും എന്നുള്ളൊരു തോട്ട് ഭയങ്കരമായിട്ട് വന്നു. അങ്ങനെ ആ സാഹചര്യത്തിലാണ് ഓക്കെ, വേറെ എന്തെങ്കിലും ഒരു ബാക്കപ്പ് പ്ലാൻ വേണം. അങ്ങനെ ഞാൻ അന്വേഷിച്ചാണ് ഈ ഒരു ബിസിനസ്സിലോട്ട് ഞാൻ വന്നത്. സോ അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലോട്ട് വന്നത്. ഇനി ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് വൈ ദിസ് ഡിജിറ്റൽ ബിസിനസ് ഇസ് എ സ്മാർട്ടസ്റ്റ് കരിയർ മൂവ് ഇൻ 2025 എന്നുള്ളതാണ്. അപ്പം ഇതിന്റെ കൂടെ തന്നെ ഞാൻ പറയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി ലേ ഓഫ് നടക്കുകയാണ്. IT-യിൽ മാത്രമല്ല, പല പല മേഖലകളിൽ ഒരുപാട് ലേ ഓഫ്സ് നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് തന്നെ അറിയാം നമ്മുടെ ചുറ്റിനും ഇറ്റ്സ് നോട്ട് പണ്ടും ലേ ഓഫ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേ ഓഫ് ആയി കഴിഞ്ഞിട്ട് ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതുപോലെയാണ് നമ്മുടെ എക്കോണമിയും സാഹചര്യങ്ങളും ഒക്കെ പോകുന്നത്. പിന്നെ AI-യുടെ എഫക്റ്റ് ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ വേൾഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ഹൈ ടൈം വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് ഈസ് ചേഞ്ചിങ്, ദ ടെക്നോളജി ഈസ് ചേഞ്ചിങ്. അപ്പം അതനുസരിച്ച് നമ്മൾ ഒരു ബാക്കപ്പ് പ്ലാനോ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ലൈഫ് പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹാർഡ്. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. പക്ഷെ പലരും അത് മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയില്ല. ചിലപ്പോൾ എന്തെങ്കിലും എന്നെ പോലെ തന്നെ എന്തെങ്കിലും ഇതുപോലത്തെ ഒരു പെട്ടെന്ന് ഒരു സാഹചര്യം വരുമ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് പ്രെറ്റി കോമൺ നൗ. സോ അപ്പം ഈ ഡിജിറ്റൽ ബിസിനസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ
നമ്മളിപ്പോ ഏത് ജോലി ചെയ്താലും അതിന്റെ കൂടെ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ ജോലിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ട ഒരു അവസ്ഥയല്ല ഈ ലേ ഓഫ് ആയിരിക്കുന്ന സാഹചര്യം. നമുക്ക് എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ട്. നമുക്ക് ഇതില്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആവശ്യത്തിനുള്ള ഒരു ബാക്കപ്പ് പ്ലാൻ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കാര്യം. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിനെ എടുത്തത്. ഞാൻ അങ്ങനെയാണ് ഈ ബിസിനസ്സിലോട്ട് വന്നതും. പിന്നെ നമുക്ക് തന്നെ അറിയാം, കോവിഡ് ആയിരുന്ന സമയത്ത് വർക്ക് ഫ്രം ഹോം നമ്മൾ എത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടു എന്നുള്ള സാധനം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത ഒരു ഇവന്റ് അല്ല കോവിഡ് പെട്ടെന്ന് വന്ന് പോകുമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. എനിക്ക് വർക്ക് ഫ്രം ഹോം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ IT ആണെങ്കിലും വർക്ക് ഫ്രം ഹോം ഒന്നും ആയിരുന്നില്ല. പക്ഷെ കോവിഡ് വന്ന സമയത്താണ് വർക്ക് ഫ്രം ഹോമിന്റെ ഒരു ഓപ്ഷൻ ഇങ്ങനെ വരുന്നതും അതിലോട്ട് കയറുന്നത്. അപ്പൊ വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വർക്ക് ഫ്രം ഹോം, അത് കഴിയുമ്പോൾ കോവിഡ് മാറും, നമ്മളെല്ലാം ഓഫീസിൽ പോകും എന്നുള്ള തോട്ട് പ്രോസസ്സിലാണ് നമ്മൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത് അൾട്ടിമേറ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം, IT-ലൊക്കെ ആണെങ്കിൽ സ്പെഷ്യലി നമ്മൾ വർക്ക് ഫ്രം ഹോം എത്ര നാൾ പോയി എന്നുള്ളത് നമുക്കറിയാം. അപ്പം നമ്മൾ വർക്ക് ഫ്രം ഹോം വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ഓക്കെ, ഈ വർക്ക് ഫ്രം ഹോം ഒക്കെ വരുമ്പോൾ നമുക്ക് എത്രത്തോളം നമ്മുടെ ലൈഫ് കുറച്ചും കൂടി മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു റിയാലിറ്റി നമുക്ക് അന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്ക് തോന്നി നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് വീട്ടിലെ കാര്യങ്ങളും ഓഫീസിലെ കാര്യങ്ങളും എല്ലാം നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാൻ ഉണ്ടെന്ന് പൊതുവെ എല്ലാവർക്കും പല ഒപ്പീനിയൻസ് ആയിരിക്കും. എന്നാലും പൊതുവെ എല്ലാവർക്കും ഫീൽ ചെയ്ത ഒരു കാര്യമാണ് ഓക്കെ, ദിസ് ഇസ് ഗുഡ് എന്നുള്ളത്. അപ്പൊ ഇതൊരു വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇതൊരു ഫ്ലെക്സിബിൾ ഓപ്ഷനാണ്. സോ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ നല്ലൊരു ഓപ്ഷനാണ്, കരിയർ ഓപ്ഷനാണ്. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ള. മഞ്ജു, താങ്ക് യു. Thank you so much, Jeenu. So, Preeti, can you explain your points? Thank you, Anis Manju. Actually, എൻ്റെ പേര് പ്രീതി ഷീജ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ എൻ്റെ പ്രൊഫഷൻ നഴ്സിംഗ് ആണ്. അപ്പം ഈ നഴ്സിംഗ് പ്രൊഫഷനിൽ നിന്ന് ഞാൻ കുറച്ച് നാളത്തെ ഒരു വീട്ടിൽ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയിരിക്കുന്ന ഒരു ടൈം ആയിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നേഴ്സ് അല്ലെ നഴ്സിംഗ് പ്രൊഫഷനിൽ മാത്രമേ എനിക്കൊരു എക്സ്പീരിയൻസ് ഉള്ളൂ. പക്ഷെ അതേ സമയത്ത് ഒരു ബിസിനസ്സിൽ വരുമെന്നോ അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നോ ഉള്ള ഒരു തിങ്കിങ്ങും എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ കാരണം ഞാൻ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ കാണുന്നത്, ദർ ഇസ് എ ചാൻസ് ഓഫ് സെക്കൻഡ് സ്ട്രീം ഓഫ് ഇൻകം. അപ്പം നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാം, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടൊരു ബിസിനസ്സാണ്. അപ്പം അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി സംതിങ് ജെന്യൂൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണോ. അപ്പം നമുക്കറിയാം പലതും നമ്മൾ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ. പക്ഷേ ഞാനൊരു ചാൻസ് എടുത്തു എൻ്റെ ലൈഫിൽ. അപ്പം കാരണം എനിക്കത് വേണം എന്നുള്ളത് എൻ്റെ ആവശ്യമായിരുന്നു. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ ആണ് അല്ലേ. അപ്പം ആ ഒരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നു. കാരണം എനിക്ക് എൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്, ഞാൻ ഇതിലോട്ട് വരാനുള്ള കാരണം എനിക്ക് ക്വാളിറ്റി ടൈം എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യണം. പക്ഷെ എനിക്ക് ആ ടൈമിൽ ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ബിക്കോസ് മൈ ഹസ്ബൻഡ് എവേ ആണ്, ട്രക്കിൽ ജോലി ചെയ്യണം. അപ്പം US ടു കാനഡ പോകുന്നത് കാരണം എനിക്കൊരു ജോലിക്ക് പോകാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം വന്നു. പക്ഷെ ഞാൻ ആ സാഹചര്യം എനിക്കത് വെറുതെ ആക്കിയില്ല. അപ്പൊ ഞാൻ ഓർത്തു സംതിങ് ഐ ക്യാൻ ഡു. അപ്പൊ നമ്മളൊരു കാര്യം ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നി. ഞാൻ അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തപ്പം ഞാൻ നോക്കിയ കാര്യങ്ങൾ ഇങ്ങനെയാണ്. നമുക്ക് ട്രഡീഷണൽ ബിസിനസ് അല്ലെങ്കിൽ ഡിജിറ്റൽ ബിസിനസ്. അപ്പൊ ഈ ട്രഡീഷണൽ ബിസിനസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാമായിരുന്നു. കാരണം നമുക്കറിയാം അതിനൊരു ബിഗ് ക്യാപിറ്റൽ വേണം, അല്ലെങ്കിൽ ഓഫീസിൽ പോയി ഇരുന്ന് ജോലി ചെയ്യണം, അല്ലെങ്കിൽ വർക്കേഴ്സ് ഉണ്ടായിരിക്കും. നമ്മൾ പല കാര്യങ്ങളും ഷിപ്പിങ്ങും കാര്യങ്ങളും പലതൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ ഞാൻ ഈ ബിസിനസ്സിൽ കണ്ട ഒരു അട്രാക്റ്റീവ് പോയിന്റ്സ് എന്ന് പറയുന്നത്, ഇതിന് ഒരു ബിഗ് ഓഫീസ് വേണ്ട, നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. ലോ സ്റ്റാർട്ടപ്പ് മാത്രമേ ഉള്ളൂ, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. പിന്നെ അങ്ങനെയെല്ലാം നോക്കി കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണെന്ന് കണ്ടിട്ടാണ് ഞാൻ ഇതിലോട്ട് വന്നത്. സ്പെഷ്യലി പറയുവാണ്, എൻ്റെ മൈൻഡിൽ വരുന്ന ഒരു സെന്റൻസ് എന്ന് പറയുന്നത്, ഈ ഡിജിറ്റൽ സ്പേസ് അല്ലെ ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഗിവ്സ് സ്പേസ് ഫോർ ബോത്ത് ബിസിനസ് ആൻഡ് ലവ്ഡ് വൺസ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഡിജിറ്റലിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് നമ്മളുടെ സ്പേസ് രണ്ട് രീതി കിട്ടുന്നുണ്ട് അല്ലെ. എന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ്സും ചെയ്യാൻ പറ്റും, നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഉള്ള ഒരു ലൈഫ് നമുക്ക് കിട്ടും. ഇന്ന് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, എല്ലാവരും ഒരു 9 to 5 ജോലിക്കാരായിരിക്കാം, അല്ലെ 12 hours ജോലി ചെയ്യുന്നവരായിരിക്കാം. അവർ ബേൺ ഔട്ട് ആവുകയാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഒരു സ്പെൻഡ് ചെയ്യാൻ ഒരു ടൈം, അല്ലെ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കണമെങ്കിൽ നമ്മളൊരു കൂടുതൽ ഷിഫ്റ്റുകളൊക്കെ ചെയ്യണം. അപ്പം ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ചിന്തിക്കാൻ തുടങ്ങാൻ കാരണം, നമുക്ക് ഒരു സെക്കൻഡ് സ്ട്രീം ഓഫ് ഇൻകം വേണമെന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്കിതിന്റെ ആവശ്യമുണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്ക് വരണം. അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊരു എൻ്റെ ലൈഫിൽ എനിക്കൊരു കരിയർ ഷിഫ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലൈഫ് അപ്ഗ്രേഡ് ചെയ്യുകയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ആ ബിസിനസ്സിൽ വരാനും, അങ്ങനെ എനിക്കൊരു ഫ്രീഡം ടു പ്രയോറിറ്റൈസ് മൈ ഫാമിലി. അപ്പം എനിക്കത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നെന്ന് മനസ്സിലായി.
അങ്ങനെ എന്താ പറയുക, എൻ്റെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ദാറ്റ് ഫിറ്റ് മൈ ലൈഫ്, അതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ബിസിനസ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കി ഫ്ലെക്സിബിൾ ആയിരിക്കണം. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടാനും തിരിച്ചു വരാനും ഞാൻ വീട്ടിലുണ്ടായിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സോ ദാറ്റ്സ് വൈ ഐ ആം ഇൻ ദിസ് ബിസിനസ്. അതാണ് എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ഇപ്പോൾ ഈ ബിസിനസ്സിൽ വരാനും, ഒരു ഫുൾ ടൈം ജോലിക്കാർ പോലും അല്ലെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നവർ പോലും ഈ ബിസിനസ്സിൽ ഇപ്പം വരുന്നുണ്ട്. ഒത്തിരി പേര് ഓൺലൈൻ ഡിജിറ്റൽ സ്പേസിലോട്ട് വരാൻ, അതും ഈ ബിസിനസ് ലെജറ്റ് ആയതുകൊണ്ടാണ്, നമുക്ക് ടാക്സ് ഒക്കെ പേ ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങി ഓരോരുത്തരും. അതുകൊണ്ടാണ് ആ ഒരു ബിസിനസിന്റെ പൊട്ടൻഷ്യലും കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഇതിനകത്ത് ഇന്നാകുന്നത്. സോ ഇതാണ് എൻ്റെ ഒരു ദ വ്യൂ ഓഫ് പോയിന്റ് വൈ ഐ came into this business and my life. എനിക്ക് തോന്നുന്നു ഞാൻ so happy ആണ് ഈ ഒരു ബിസിനസ്സിൽ. Thank you. Perfect. Thank you so much, Preeti. So, CB, can you just explain your points? Yes, of course. Ipam, Jeenu and Preeti, I think they both touched on very important points, isn't it? Like low startup cost and then work from home. സോ ഞാൻ ഇതിനകത്ത് മെയിനായിട്ട് വരാനുള്ളൊരു റീസൺ, ഈ നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഐ വാസ് ലുക്കിംഗ് ഫോർ എൻ അഡീഷണൽ സ്ട്രീം ഓഫ് ഇൻകം. ബിക്കോസ് എന്താ പറയുക, നമ്മൾ ഇപ്പം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെ കുറച്ച് പേഴ്സണൽ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ വന്നു where I thought I might not be able to do additional shifts. So maybe, my own health might prevent me from doing full-time job. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും I was thinking, okay, if that does happen, I don't have anything as a backup. അങ്ങനെ ഞാൻ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ നോക്കി. But whenever I tried to do some, other business, whether it was online or traditional, there was lots of barriers എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രീതി പറഞ്ഞ പോലെ ആസ് എ നഴ്സ് യു ഓൺലി നോ ടു ലുക്ക് ആഫ്റ്റർ യുവർ പേഷ്യൻസ്, റൈറ്റ്? ദാറ്റ്സ് വാട്ട് വി ആർ ട്രെയിൻഡ് ഫോർ. അപ്പോൾ ഒരു ബിസിനസ് മൈൻഡ് നമുക്ക് ഇല്ല, സത്യം പറഞ്ഞ. സോ വെൻ യു ആർ ട്രൈങ് ടു ബിൽഡ് എ ബിസിനസ് ഫ്രം സ്ക്രാച്ച്, you need lots of people to support you. You need somebody with like a business strategy. നമ്മൾ അനലൈസ് ചെയ്ത് സ്ട്രാറ്റജി ചെയ്ത് നമുക്ക് പറഞ്ഞു തരാൻ ഒരാൾ, ഗൈഡ് ചെയ്ത് തരാൻ വേണം. ഫൈനാൻഷ്യൽ ഇത് പറഞ്ഞു തരാൻ ഒരാൾ വേണം. വെബ് ഡിസൈൻ ചെയ്യാൻ ഒരാൾ വേണം. അങ്ങനെ പല ആൾക്കാരെ നമുക്ക് വേണം. നമ്മളെ മെന്റർ ചെയ്യാൻ ഒരാൾ വേണം. And we need to pay each of them. And if you don't get the right person, again you don't get what you want. So അങ്ങനെ കുറെ barriers വന്നു. Eventually end up giving up that ideas that we wanted to do, like I was doing with my friends. Then I came into this opportunity. Upon the opportunity, yes, it's like everyone says it's a business in a box. So that is what attracted me to it. I don't need any of these people to do this business. Everything is available for you in here. But another 3 main important things I want to talk about is the automation, mentorship, and the global reach. So automation, the parayambathekkum I work full time. So when do I get time to do this business? പിന്നെ എൻ്റെ അടുത്ത് പല ക്വറീസും വരുന്നത്, അവർ ഫുൾ ടൈം നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അവർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് എനിക്ക് പറയാനുള്ളത്, ഈ ഓട്ടോമേഷൻ ഹെൽപ്സ് യു ടു ഡു ദാറ്റ് ബിക്കോസ് ഇറ്റ് ഡു ദ ഹെവി ലിഫ്റ്റിംഗ് ഫോർ യു. മോസ്റ്റ് ഓഫ് ദ തിങ് ഈസ് ഡൺ ബൈ ദി ഓട്ടോമേഷൻ. 80%, 80 to 90%, 10 to 20% മാത്രം നമ്മൾ ചെയ്യണം. ആ 10 to 20% നമുക്ക് കിട്ടുന്ന ടൈമിൽ, നമ്മൾ ഈ സ്ക്രോൾ ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈം മതി. So you can do that, and that's how I can do the business at the same time. Hi Chinju. Hi Chinju. Chinju is watching us. She's supposed to be here today. Anyway, continue, Sibi. Yeah. Then other things, so that is automation. Namakku sales funnel unde, emails ellam automatically form. You don't have to sit and do all of that. That system does that lifting for you. Then other thing is a mentorship. So ഇതിനകത്ത് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ I had a mentor and coach. My all of you sitting here is part of the team and mentoring each other, and there is a whole community. അത്രയും ഗുഡ് മെന്റർഷിപ്പ് ആണുള്ളത്. പിന്നെ നമുക്ക് ഇത് ഗ്ലോബൽ റീച്ച്. ഐ ഡോണ്ട് ഹാവ് ടു സിറ്റ് ആൻഡ് ഗോ ആൻഡ് ടെൽ ടു all my friends and families, ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നു, വാ എൻ്റെ കൂടെ ബിസിനസ് ചെയ്യാൻ വാ, അങ്ങനെ. So the friends and family, they are watching me, yes, but the main thing is ഇത് global ആണ്.
So you can reach people across the globe to come and join you. So they come and ask you and join your business rather than you having to go behind them. And Chinju is also saying an amazing thing. So, according to me, having a second job or side hustle is an essential thing in today's life, exactly. Especially who is struggling with one job and no time for family, always running after money. So, if you have this business, it helps you to run from your home within your comfort. And low investment, more family time, and more for profit. The beauty of this business is retire early, build a legacy for our generation. So do not think too much. Take your first step. Feel the change. Exactly, Chinju. You said it. Well done. Yay. Thank you, Chinju. And also, just for everyone's knowledge, Chinju, just had a baby, isn't it? Like a week ago. Yeah. And she's still fully in the business. She's able to do the business alongside it. So that is Yeah. the beauty of it. She's So that's what I amazing. want to share with everything: automation, mentorship, and global reach from my point. That's what I wanted to add on top of what you all have said, including Chinju. Thank you, Manju. Thank you so much, CB. Thank you so much for reading Chinju's message. So I thought that I will read at the end. So, but let me tell my part. So ഞാനും ഒരു കോർപ്പറേറ്റ് ജോബിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എനിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനുള്ള എങ്ങനെയാ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നേ. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് ഞാൻ ഈ ബിസിനസിനെ പറ്റി കാണാനും അങ്ങനെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഒരു ലോങ് കമ്മ്യൂട്ട്, ഓഫീസ് സ്ട്രെസ്, മകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ ഹെൽത്ത് ഇഷ്യൂസ് അതൊക്കെ വന്നിട്ടും നമ്മൾ പിന്നെയും കടിച്ചു തൂങ്ങി നിന്നു. പക്ഷേ ഓൺലൈനിൽ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പേടി, ഇത് ഓൺലൈനാണ്, ഇത് റിയൽ ആണോ സ്കാം ആണോ എന്നൊക്കെ ഉള്ള ഒരു പേടിയാണ് എല്ലാവർക്കും എപ്പോഴും വരുന്ന ഒരു പോയിന്റ്. അപ്പൊ അതൊക്കെ കൊണ്ട് എല്ലാവരും മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ എല്ലാ ചിന്തകളും എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതെല്ലാം അതിൽ നിന്നൊക്കെ മാറി ഒരു യെസ് പറഞ്ഞ് ഈ ബിസിനസ്സിലേക്ക് ഞാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ആ ഒരു ഗ്രോത്ത്, ഒരു എന്താ പറയാ പ്രൊഫഷണലി ആൻഡ് പേഴ്സണലി കിട്ടിയ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അമേസിങ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ റിയൽ ലൈഫിൽ ഇത് ആരും നമുക്ക് പറഞ്ഞു തരുമൊന്നുമില്ല ഇതൊക്കെ എങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യം. പിന്നെ മേക്കിംഗ് എ ബിസിനസ് ലൈക്ക് ദിസ് ഇറ്റ്സ് ആൻ അസെറ്റ് ഓൾസോ. പിന്നെ എന്താ പറയാ ഇറ്റ്സ് എ പാസീവ് ഇൻകം ടു. സോ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഇതൊക്കെ നമുക്ക് ഒരു ഈ ഇങ്ങനെ കിട്ടുന്ന ഗ്രോത്ത് ഒക്കെ ഒരു പ്രൈസ്ലെസ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരും നമ്മൾക്ക് പറഞ്ഞു തരുമൊന്നുമില്ല. നമ്മൾക്ക് ജസ്റ്റ് ഒരു 149 പേ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിൽ കൂടുതൽ ഒരു മേ ബി 149 പേ ചെയ്താൽ കിട്ടുന്നതിലും ഒരു 40,000 പേ ചെയ്താൽ കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ബിസിനസ്സിൽ നിന്ന് പഠിക്കുന്നത്. നമ്മൾ ടെക്നോളജി വൈസ് ആയാലും ഇപ്പൊ എല്ലാവരും നിങ്ങൾ 3 പേരും പറഞ്ഞു, സിബിയും പ്രീതിയും ജീനു എല്ലാരും പറഞ്ഞു ഇത് കിട്ടുന്ന ആ ഒരു ബെസ്റ്റ് എന്താ പറയാ കുറെ കാര്യങ്ങൾ നമ്മൾക്ക് ഇതിന് കിട്ടുന്നുണ്ട്. നമ്മൾ ഓട്ടോമേറ്റഡ് ആണ്, സിസ്റ്റം ഓട്ടോമേറ്റഡ് ആണ്, എല്ലാം നമുക്കൊരു ലൈഫില് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഇതിൽ നിന്ന്. ഓക്കെ, സോ ടെക്നോളജി വൈസ് ആയാലും നമ്മൾ സോഷ്യൽ മീഡിയ പലതുമാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾക്ക് ട്രെയിനിങ് സൈറ്റിലൂടെയാണ് കിട്ടുന്നത്. പിന്നെ എന്താ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സെക്കൻഡ് ഒരു ഇൻകം എപ്പോഴും അത്യാവശ്യമാണ്. വെച്ചാൽ എനി ടൈം ഒരു ജോബും എവിടെയും സെക്യൂർ അല്ല. എനി ടൈം വി ക്യാൻ ലൂസ് അവർ ജോബ്. ജീനു അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഞാനും പലപ്പോഴും അങ്ങനെ ഇത് ചെയ്തിട്ടാണ് ഓരോ ജോലിയും നമ്മൾക്ക് ഇവിടെ, പ്രത്യേകിച്ച് നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോണ ബി സ്ഥിരം അവിടെ തന്നെയാണ്. പക്ഷേ നമ്മള് പല ഓഫീസ് ജോലിയൊക്കെ നമ്മൾ മാറി പലയിടത്തും ചിലപ്പോൾ ലേ ഓഫ് വരും കമ്പനിയുടെ ഇൻഫ്ലേഷനൊക്കെ അനുസരിച്ചിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ജോബ് ഉണ്ടെങ്കിൽ മന്ത്ലി ഒരു സർട്ടൻ ഇൻകം കിട്ടുന്നതിന്റെ പുറമെ വേറൊരു ഇൻകം കൂടി വരുമ്പോൾ ഇറ്റ്സ് എ സപ്പോർട്ട് ഫോർ അവർ ഫാമിലി ടു. ഇപ്പൊ ഇന്നത്തെ ഇൻഫ്ലേഷന്റെ സാഹചര്യത്തിൽ ഈ രണ്ടുപേരുടെ ജോലിയും പ്ലസ് ഒരു എക്സ്ട്രാ ഇൻകം കൂടി ഉണ്ടായാലേ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഇഫ് എനിബഡി ഈസ് തിങ്കിങ് ഫോർ എ ചേഞ്ച് or need something extra, or need to learn more, need a growth, need a community, need a support. ഇതിനൊക്കെ ഉണ്ടെങ്കിൽ just come and check it out. This is the best business that you can do it from home. Okay, so ഞങ്ങൾ ആരെ വേണമെങ്കിലും
കോണ്ടാക്ട് ചെയ്യാം. ഞങ്ങളുടെ എല്ലാവരുടെയും ഇമെയിൽ, മൈ ഗോഡ്, വെർ ഈസ് മൈ വെബ്സൈറ്റ്? എല്ലാവരുടെയും വെബ്സൈറ്റ് ഞാൻ ഇവിടെ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് ആരുടെ വെബ്സൈറ്റിലൂടെയും വഴിയായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. Okay, so let's give me a minute. Let me go. And okay, so yeah, here you guys can see everybody's website, and you guys can join either of us. Everybody is happy to welcome the new people, and this is the best option. Think about it and come and join with us. So thank you so much, everyone, and have a good day and good night or good evening. Bye bye, everyone. Bye. Bye bye. Take care. Okay.